അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമുക്ക് വ്യാകരണത്തിലേക്ക് പോകാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ മസ്ജിദുൻ ഒരു കലിമയാണ് നമ്മൾ പഠിച്ചു. അതിൻ്റെ ഒറിജിൻ അസൽ എപ്പോഴും അത് മർഫുവാണ്. ഓക്കെ, മർഫുവാണ്. ദമ്മത്ത് തൻവീൻ ഉണ്ടാകാം, തൻവീൻ ഇല്ലാതിരിക്കും. തൻവീൻ മർഫുവാണ്. ഓക്കെ, അപ്പോൾ ചില കാരണങ്ങളാൽ അത് മജ്റൂറാകും. അപ്പോൾ ഒരു കാരണം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഹർഫു ജറ് വന്നാൽ എന്താണ്, തൊട്ടടുത്ത ഇസ്മ മജ്റൂറാകും. അങ്ങനെ ഇസ്മ മജ്റൂറാകും. ഓക്കെ, ഇനി ചില കാരണങ്ങളാൽ അത് ഈ മസ്ജിദുൻ എന്താകും, മസ്ജിദന്നാവും, ഫതഹത്താവും. ഇൻഷാ അല്ലാഹ് പിന്നെ പഠിക്കും. അപ്പോൾ ഈ ഹർഫു ജറ് വന്നത് നമ്മളതിൻ്റെ വ്യാകരണം പഠിക്കാൻ പോവാണ്. അപ്പോൾ മസ്ജിദുൻ, അപ്പോൾ ഫീ വന്നു. അപ്പോൾ എന്തായി, ഫിൽ മസ്ജിദി. അലിഫ് ലാം ഉള്ളതുകൊണ്ട് തൻവീന് പോയി. അർത്ഥം എന്താ, മസ്ജിദിൽ. അപ്പോൾ ഫീ എന്താ, ഹർഫു ജറിൻ. ഫീ എന്താ, ഹർഫു ജറിൻ. അതാണ് വലിക്കുന്ന ഹർഫ്. അത് വന്നുകൊണ്ടാണ് മസ്ജിദുൻ എന്തായ അൽ മസ്ജിദി എന്നായ. അൽ മസ്ജിദി എന്താ, ഇസ്മുൻ മജ്റൂർ അല്ലേ, ഇസ്മാണ്. ഹർഫു ജറിന് ശേഷം ഇസ്മേ വരുള്ളൂ. ഓക്കെ, ആ ഇസ്മ എന്തായിരിക്കും, കസറത്തായിരിക്കും അഥവാ മജ്റൂറായിരിക്കും. അപ്പോൾ മസ്ജിദി എന്താ, ഇസ്മുൻ മജ്റൂർ. അപ്പോൾ ഹർഫു ജർ ഇസ്മ മജ്റൂർ. അതിന് നമുക്ക് ചുരുക്കത്തിൽ എങ്ങനെയാണ് പറയാം, ജാറുൻ വ മജ്റൂർ. ജാറുൻ വ മജ്റൂർ അല്ലേ. ജാറ് അഫി, മജ്റൂറുൻ അൽ മസ്ജിദി. അപ്പോൾ ജാറുൻ വ മജ്റൂറുൻ രണ്ട് കലിമയുണ്ട്. ഒന്ന് ഹർഫു ജറാണ്, അത് ഹർഫാണ്. മറ്റേത് ഇസ്മ മജ്റൂറാണ് അഥവാ ഇസ്മാണ്. അങ്ങനെ രണ്ട് കലിമയുണ്ട്. അപ്പോൾ ജാറുൻ വ മജ്റൂർ എന്ന് ചുരുക്കി പറയും. ഇതെല്ലാം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒന്ന് പ്രയാസം ഇപ്പോൾ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ബേജാറാകണ്ട. ഇൻഷാ അല്ലാഹ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഈ ലെസൺ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെന്താണ്, ഞാൻ നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് രാത്രി 12 മണിക്ക് വീട്ടിൽ വരാം. എന്നിട്ട് വാതിൽ തുറന്ന് നിങ്ങൾ നല്ല ഉറക്കത്തിലാണ്. നിങ്ങൾ ഉറങ്ങുമ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കുക. ഞങ്ങളെ പേരൊന്നും പറയില്ല. ഞാൻ എന്താ പറയുക, ഹർഫു ജർ എന്ന് പറയും. അപ്പോൾ നിങ്ങളെന്താ പറയുക, ഇസ്മു മജ്റൂർ. അപ്പോൾ ആ രീതിയിൽ ഇൻഷാ അല്ലാഹ് പാഠം കഴിയുമ്പോഴത്തേക്ക് എത്തും. ബാറക്കല്ലാഹു ഫീക്ക്. ഇനി ഫിൽ മസ്ജിദി, ഇതെന്താ, ഷിബുഹ് ജുംലയാണ് അല്ലേ. ഇതെന്താണ്, ഷിബുഹ് ജുംല. ഇത് നമ്മൾ തുടക്കത്തിൽ പഠിച്ചതാണ്. ജുംലക്ക് സാദൃശ്യം അല്ലേ. ഫിൽ മസ്ജിദി, ഇവിടെ മുബ്തദയും ഖബറും ഉണ്ടോ, ഒന്നും കാണുന്നില്ല അല്ലേ. ഒരു ജുംല പോലെ ഉണ്ട്, ഫിൽ മസ്ജിദി, മസ്ജിദിൽ. പക്ഷേ പൂർണ്ണമല്ല, ജുംല മുഫീദ ആയിട്ടില്ല. ആയോ, ഇല്ല. അങ്ങനെ ജുംല മുഫീദ ആകാത്ത അതിനെന്താ പറയുക, ഷിബുഹു ജുംല. അപ്പോൾ ഇത് ജുംലക്ക് സാദൃശ്യമാണ്, പക്ഷേ ജുംല ആയിട്ടില്ല, ജുംല ഇസ്മി ആയിട്ടില്ല. ജുംല ഇസ്മി ആകണമെങ്കിൽ എന്തൊക്കെ വേണം, മുബത്തദനും വേണം, ഖബറിനും വേണം. അപ്പോഴേ ജുംല ഇസ്മി ആവുള്ളൂ. അപ്പോൾ എങ്ങനെ ഇതിൽ മുബത്തദനും ഖബറിനും വരാം, ഇൻഷാ അല്ലാഹ് ഒരു ഉദാഹരണം നോക്കാം. അപ്പോൾ ഒരു ജുംല ഇസ്മി ആക്കാം നമുക്ക്. മുഹമ്മദുൻ ഫിൽ മസ്ജിദി, മുഹമ്മദുൻ ഫിൽ മസ്ജിദി. അപ്പോൾ ജുംല ഇസ്മിയായി. കാരണം എന്താ, ആരംഭിക്കുന്നൊരു ഇസ്മുണ്ട് അല്ലേ. മുഹമ്മദ് മസ്ജിദിലാണ്, സെൻറ്റൻസ് പൂർത്തിയായി. പ്രയോജനകരമായ സെൻറ്റൻസാണ്, വാക്യാണ് അല്ലേ. ജുംല മുഫീദിയായി. അപ്പോൾ ജുംല മുഫീദിയായാൽ നമുക്ക് മുബത്തദനും ഖബറിനും വേണം, നിർബന്ധമാണ്. ഏതാ മുബത്തദ, ആരംഭിക്കുന്ന ഇസ്മാണ് മുബത്തദ. ആരംഭിക്കുന്ന ഇസ്മാണ് മുബത്തദ. അപ്പോൾ ഇവിടെ മുബത്തദ ഏതാ, മുഹമ്മദുൻ. കാരണം എന്താ, മുഹമ്മദാണ് ആരംഭിക്കുന്ന ഇസ്മ അല്ലേ. ആരംഭിക്കുന്ന ഇസ്മ ഏതാ, മുഹമ്മദ്. അപ്പോൾ മുഹമ്മദാണ് മുബത്തദ. ഇനി മുബത്തദക്ക് രണ്ട് നിയമങ്ങൾ പഠിച്ചു. എന്തൊക്കെയത്, ഒന്ന് മർഫു ആയിരിക്കണം, ഒന്ന് മാരിഫ ആയിരിക്കണം അല്ലേ. ഒന്ന് മർഫു ആയിരിക്കണം, ഒന്ന് മാരിഫ ആയിരിക്കണം. അപ്പോൾ മർഫു ആണോ, മർഫു ആണ്, മുഹമ്മദുൻ. അപ്പോൾ ഇവിടെ മുഹമ്മദൻ എഴുതാൻ പറ്റുമോ, പറ്റൂല. മുഹമ്മദീൻ എഴുതാൻ പറ്റുമോ, പറ്റൂല. കാരണം എന്താ, ഇത് മുബത്തദയാണ്. മുബത്തദ എപ്പോഴും മർഫു ആണ്. അപ്പോൾ മുഹമ്മദിനെ എഴുതാൻ പറ്റുള്ളൂ. പിന്നെ മാരിഫയാണോ, അതിങ്ങനെ പരിശോധിക്കുക. അത് മാരിഫിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. മാരിഫക്ക് അലിഫ്ലാമ് വേണം, മാരിഫക്ക് അലിഫ്ലാമ് വേണം. എന്നാൽ ചില എക്സെപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ. അങ്ങനെ ഹാദ മുബത്തദ ഉൻ മർഫൂ ഉൻ മാരിഫയാണെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ. ഇനി ഓർക്കുന്നില്ലെങ്കിൽ പ്രശ്നമില്ല. ഹാദ മാരിഫയും കൂടിയാണ്. കാരണം എപ്പോഴും അലിഫ്ലാമ് വേണമെന്നില്ല. ഓക്കെ,
എപ്പോഴും അലിഫ്ലാം വേണമെന്ന് ഇല്ല. അപ്പോൾ പേരുകൾ വന്നാൽ ഇപ്പോൾ മുഹമ്മദുൻ മാരിഫയാണ്. കാരണം എന്താ, പേര് ഇത് ആരുടെങ്കിലും പേരാണോ, ഏതോ പേരാണോ? നമ്മളിവിടെ മുഹമ്മദ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്ത്, ഏത് മുഹമ്മദിനെ ഉദ്ദേശിക്കുന്നത് അല്ലേ. പരിചയമായ മുഹമ്മദിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, ഏതോ പൊതുവായ ഒരു കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. അതുകൊണ്ട് പേരുകൾക്ക് എന്തിടൂല, അലിഫ്ലാം ഇടൂല. മനസ്സിലായോ? പേരുകൾക്ക് എന്തിടൂല, അലിഫ്ലാം ഇടൂല. അവിടെ മുഹമ്മദുൻ അൽ മുഹമ്മദൂന്ന് അലിഫ്ലാം ഇട്ടിട്ട് തൻവീൻ പോയിപ്പിച്ചിട്ട് എഴുതൂല, അൽ മുഹമ്മദു അങ്ങനെ എഴുതൂല. കാരണം മുഹമ്മദ് നമുക്കറിയാം, അറിയപ്പെട്ട, നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാം ആരാ മുഹമ്മദ്, അപ്പം മാരിഫയാണ്. അപ്പോൾ ഇവിടെ എന്താണ്, അല്ല് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ മുഹമ്മദുൻ മാരിഫയാണ്. അപ്പോൾ പേരുകൾക്ക് എന്ത് വേണ്ട, അലിഫ്ലാം ഇടണ്ട. റാഷിദുൻ അലിഫ്ലാം ഇടണ്ട. ഓക്കെ. അപ്പോൾ പേരുകൾക്ക് നമ്മൾ എന്തിടൂല, അലിഫ്ലാം ഇടൂല. പക്ഷെ ചില പേരുകൾ അലിഫ്ലാമോടെ വരുന്ന പേരുകളുണ്ട്. അത് മാരിഫ ആക്കാൻ വേണ്ടിയിട്ട് അലിഫ്ലാം ഇട്ടതല്ല. ഇതെല്ലാം ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നെ പഠിക്കും. മനസ്സിലാക്കാൻ പറ്റുന്നവർ ഇപ്പം തന്നെ മനസ്സിലാക്കിക്കോ, അല്ലെങ്കിൽ പ്രയാസമില്ല. ചില പേരുകൾ എന്താണ്, അലിഫ്ലാമോടെ വരും. അത് മാരിഫയാക്കാൻ അലിഫ്ലാം ഇട്ടതല്ല. ആ പേരിൻ്റെ കൂടെ അലിഫ്ലാം ഓൾറെഡി ഉണ്ട്, ഒറിജിനലി ആദ്യമേ ഉണ്ട്, മാരിഫയാക്കാൻ ഇട്ടതല്ല. ഉദാഹരണം അൽ ഹുസൈനു, അൽ ഹസനു. ഓക്കെ, അൽ ഹുസൈനു, അൽ ഹസനു. അത് ഹുസൈനെ മാരിഫയാക്കാൻ വേണ്ടിയിട്ട് അല്ലിട്ടതല്ല, അല്ലെങ്കിൽ ഹസനെ മാരിഫയാക്കാൻ വേണ്ടിയിട്ട് അല്ലിട്ടതല്ല. ആ പേരിൻ്റെ കൂടെ തന്നെ എന്താണ്, വരികയാണ്. അതേപോലെ സ്ഥലത്തിൻ്റെ പേരും, ചില പേരുകൾ അലിഫ്ലാമോടെ വരും, ചില പേരിന് അലിഫ്ലാം ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നെ പഠിക്കും. അപ്പോൾ മാരിഫയാക്കണമെങ്കിൽ അലിഫ്ലാം വേണം. പക്ഷേ പേരുകൾക്ക്, എല്ലാ പേരുകൾക്കും അലിഫ്ലാം ഇടേണ്ട ആവശ്യമില്ല. ചില പേരുകൾ അലിഫ്ലാമോടെ വരും, അത് മാരിഫ ആക്കാൻ വേണ്ടി അലിഫ്ലാം ഇട്ടതല്ല. ആ പേരിൻ്റെ കൂടെ തന്നെ എന്താണ്, അലിഫ്ലാം വരുന്നതാണ്. അപ്പോൾ മുഹമ്മദുൻ ഫിൽ മസ്ജിദി, അപ്പോൾ മുഹമ്മദാണ് മുബ്തദഉൻ മർഫൂൻ, അത് അലിഫ്ലാം ഇല്ലാതെ തന്നെ മാരിഫയും കൂടിയാണ്. അപ്പോൾ മുബ്തദ കിട്ടി. ഇനി ഫി എന്താ, ഫി മുഹമ്മദുൻ മുബ്തദഉൻ മർഫൂൻ. ഇനി ഫി എന്താ, ഹർഫു ജർ. ഫി എന്താ, ഹർഫു ജർ. അൽ മസ്ജിദി എന്താ, ഇസ്മുൻ മജ്റൂറുൻ അല്ലേ. ഹർഫു ജറിന് ശേഷം അല്ലേ എന്തേ വരുള്ളൂ, ഇസ്മ മജ്റൂറുൻ. അതുകൊണ്ടാണ് ഉറക്കത്തിൽ പോലും നിങ്ങളെ ഞാൻ വിളിച്ചിട്ട് ഹർഫു ജർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ വായിൽ നിന്ന് വരാം ഇസ്മ മജ്റൂറുൻ, വേറെ ഒന്നും വരാൻ പാടില്ല. അപ്പോൾ ഹർഫു ജർ എന്താ, ഫി. അതിന് ശേഷം എന്ത് വന്നു, അൽ മസ്ജിദി ഇസ്മുൻ മജ്റൂറുൻ. അതിന് ചുരുക്കത്തിൽ പറയലെങ്ങനെ, ജാറുൻ വ മജ്റൂറുൻ, ജാറുൻ വ മജ്റൂറുൻ. ഇതൊക്കെ ഇനി ഈ പാഠത്തിൽ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ മനപ്പാടായിക്കോളും. പിന്നെന്തും കൂടി അത്, ഷിബുഹു ജുംല. ഫിൽ മസ്ജിദി എന്താ, ഷിബുഹു ജുംല. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു, അത് ഖബറും കൂടിയായി. കാരണം മുബ്തദ വന്നു, ആ മുബ്തദ മുഹമ്മദിനെ കുറിച്ചുള്ള വാർത്തയാണെന്ത്, ഫിൽ മസ്ജിദി. അപ്പോൾ ഇവിടെ ഫിൽ മസ്ജിദി എന്ന രണ്ട് കലിമകളാണ് ഖബർ. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഇനം ഖബർ. എന്താ രണ്ടാമത്തെ ഇനം ഖബർ, ജാറും വ മജ്റൂറുൻ ഷിബുഹ് ജുംലയാണ് രണ്ടാമത്തെ ഇനം ഖബറുൻ. ഓക്കെ, ജാറും വ മജ്റൂറുൻ ഷിബുഹ് ജുംല ഖബറാണ് രണ്ടാമത്തെ ഇനം ഖബർ. അപ്പോൾ ഈ രണ്ടാമത്തെ ഇനം ഖബറിനെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ കുറേ ഉദാഹരണങ്ങൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഇനം ഖബർ എന്തായിരുന്നു, ഹാദ കിതാബുൻ. അവിടെ കിതാബായിരുന്നു ഖബർ. അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു, ഒറ്റ വാക്കിൽ വരുന്ന ഖബർ. പിന്നെ അത് നക്കിറയായിരുന്നു, അപ്പോൾ തൻവീൻ ഉണ്ടാവും. അപ്പോൾ കിതാബുൻ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ, നക്കിറ മർഫൂൻ. ഇതാണ് നമ്മൾ ഒരു ഇനം ഖബർ പഠിച്ച, ആദ്യത്തെ ഇനം ഖബർ പഠിച്ച്. രണ്ടാമത്തെ ഇനം ഖബർ എന്താ, ജാറും വ മജ്റൂറുൻ ഷിബുഹ് ജുംല ഖബർ. ബാറക്കല്ലാഹു ഫീക്കും.